പഴയതുപോലെ ഈ നഗരത്തിൽ തലയെടുപ്പുള്ള ഒരു ബിസിനസ്സുകാരനാക്കി നിന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയും. അതിന് എത്രയും പെട്ടെന്ന് നീ ആ നിധിയെ ഡിവോഴ്സ് ചെയ്യണം. ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചു. ഇവിടുത്തെ ഫാമിലി കോർട്ടിന്റെ ഒക്കെ ഫോർമാലിറ്റീസ് കഴിഞ്ഞു വരുമ്പോ കുറച്ചധികം സമയമെടുക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാൻ നമുക്ക് അങ്ങ് ഹൈക്കോർട്ടിൽ നിന്ന്. പറയുന്നതിനകം ഡിവോഴ്സ് കിട്ടും. നിനക്കിഷ്ടപ്പെടുന്ന ഇവിടുത്തെ ഏതെങ്കിലും ലീഡിംഗ് ബിസിനസ്മാന്റെ മകളെ തന്നെ നിനക്ക് ഭാര്യയായി ഞാൻ കണ്ടെത്തും. നിങ്ങളുടെ വിവാഹം അന്തസ്സായിട്ട് നടക്കുകയും ചെയ്യും. വെറുതെ തലയിൽ ആള് താമസമില്ലാത്തവര് പറയുന്നതും കേട്ട് ജീവിച്ച് സ്വന്തം അന്തസ് കളയാതിരിക്കുന്നീ. ആ അത് പോട്ടെ, നമുക്കേ വക്കീലിനെ ഒന്ന് കാണാൻ പോണം. ആ ഡോക്യുമെന്റ്സുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ നീ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ, നീ കാണിക്കുന്നത് സ്നേഹമില്ലായ്മ, ചതിയാ. നീ ഇല്ലാതെ നിധിക്കോ നിധി ഇല്ലാതെ നിനക്കോ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മയൊന്നും മിണ്ടായിരിക്കെ. എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. ഇതാണ് ഞാൻ എടുക്കാൻ പോയ ഡോക്യുമെന്റ്സ്. പ്രിന്റ് ഔട്ട് എടുക്കാൻ കുറച്ച് വൈകി. അപ്പോ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിടിച്ചോ. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസാന അടയാളങ്ങളായി എന്റെ പേരിലെടുത്ത ചില ഷെയറുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പോയതായിരുന്നു. ഇതെന്താണെന്നറിയോ? എല്ലാത്തിന്റെ അവകാശം ഒഴിഞ്ഞുകൊണ്ടുള്ള എന്റെ സമ്മതപത്രമാണ്. ഇതോടുകൂടി നിങ്ങളും ഞാനും തമ്മിലുള്ള സകല ബന്ധങ്ങളും അവസാനിച്ചു. നിധിയെ ഉപേക്ഷിക്കാമെന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഞാൻ പറഞ്ഞപ്പോ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് നിധിയെ കുടുക്കിയതെന്നും അവളെ രക്ഷിച്ചെടുക്കാൻ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോന്നും എനിക്കൊന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടി തന്നെ ഞാൻ മുന്നിൽ വന്ന് നിന്ന് ഈ നാടകം കളിച്ചത്. നല്ല ഒന്നാം തരം ഡ്രാമ. നിങ്ങൾ വളർത്തിയെടുത്തതിന്റെ ബുദ്ധി എനിക്കുണ്ടെന്ന് എപ്പോഴും അവകാശപ്പെടാറില്ലേ? ബുദ്ധി മാത്രമല്ല, കുറച്ച് കുബുദ്ധി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനെടുത്ത് നിങ്ങൾക്കെതിരെ തന്നെ അങ്ങ് പ്രയോഗിച്ചു. അവിടെ വെച്ച് നിങ്ങൾ എനിക്ക് മൊഴിഞ്ഞു തന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ശിവാനി ഇളനീരിൽ കലർന്ന മയക്കുമരുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, വളരെ പാടുപെട്ട് SIയെ സ്വാധീനിച്ചാണ് കേസ് കൊടുത്തതെന്നും അത് നിധിയെ എന്നിൽ നിന്നും പിരിക്കാൻ വേണ്ടി തന്നെയാണെന്നും നിങ്ങൾ സമ്മതിച്ചു. തീർന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങള് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് അഭിനയിച്ചതോടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നിങ്ങൾ പറഞ്ഞതിനെല്ലാം തലയാട്ടി സമ്മതിച്ചു തന്നപ്പോ എന്തായിരുന്നു ഈ മുഖത്തെ സന്തോഷം? ഇപ്പതേ നിൽക്കുന്ന കണ്ടില്ലേ, വെളറി വെളുത്ത്. നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി 1000 കൊല്ലം നിങ്ങൾ ഒറ്റക്കാലി തപസ് ചെയ്താലും നിധി എന്നിൽ നിന്നും അകറ്റാന്ന് വിചാരിക്കണ്ട. എന്റെ മോനെ, എനിക്കിപ്പോ എന്തുമാത്രം സന്തോഷമായിന്നറിയോ? നീ ഈ വീട്ടിലേക്ക് തനിച്ച് കയറി വരുന്നത് കണ്ടപ്പോ എന്റെ പകുതി പ്രാണനങ്ങ് പോയതാ. ഇപ്പൊ സമാധാനായി മോനെ. നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞത്? എന്നെ ഈ സിറ്റിയിലെ സമ്പന്നനായ ബിസിനസ്സുകാരനാക്കി തരാവുന്ന അല്ലേ? ഇനി എത്ര കോടികൾ നിങ്ങൾ കൊണ്ടുവന്ന് എന്റെ തലവഴി അഭിഷേകം നടത്തിയാലും അതിനൊന്നും നിധിയുടെ കാൽപാദത്തിനടിയിലെ മൺതരിയുടെ വില പോലും ഞാൻ തരില്ല. നിധി എന്നിൽ നിന്നും അടർത്തിയെടുക്കുന്നതും എന്റെ പ്രാണൻ പറിച്ചെടുക്കുന്നതും ഒരുപോലെയായി പോവും. നീ എന്താ നേരത്തെ പറഞ്ഞത്? എല്ലാം എന്റെ നല്ലതിന് വേണ്ടിയാന്നോ? അതെനിക്ക് ഉറപ്പുണ്ട്.
എനിക്ക് വരാൻ പോകുന്നത് നല്ല കാലം തന്നെയാ. പക്ഷേ നിന്റെ കഷ്ടകാലം അത് തുടങ്ങാൻ പോവാണ് ശിവാനി. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇനി എത്ര കള്ളക്കേസുകൾ കൊടുത്താലും ശരി, എത്ര കള്ളസാക്ഷികൾ ഉണ്ടാക്കിയെടുത്താലും ശരി, നിധിയെ ഞാൻ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടുവന്നിരിക്കും. കാരണം ഈ നിൽക്കുന്ന പാർവതി ഗോപിനാഥിന്റെ മകനാണ് ഞാൻ. കേട്ടല്ലോ, പറഞ്ഞത് കേട്ടല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ മോനാണ് ഇവനെന്ന്. ഗൗതം, നീ ഒന്നോർത്തോ, തെറ്റായ വഴിയിലൂടെയാ നീ ഈ പോകുന്നത്. കഷ്ടകാലത്തിലേക്കാ. നീ ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും നിധിയെ പുറത്തിറക്കാൻ പറ്റില്ല. ആയിക്കോട്ടെന്നേ, അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി ഈ ബാക്കിയുള്ള ജന്മം മുഴുവൻ നിധിക്ക് ജയിലിൽ കിടക്കാനാണ് ദൈവം വിധിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. പക്ഷേ അപ്പോഴും എന്റെ ഭാര്യ എന്ന് പറയുന്നത് നിധിയും അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ ഗൗതവും തന്നെയായിരിക്കും. പക്ഷേ ഒരു ദൈവവും അങ്ങനെയൊന്നും അങ്ങ് കയറി തീരുമാനിച്ചു കളയില്ല. കാരണം നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിനും എനിക്കും ദാ ഈ നിൽക്കുന്ന അമ്മയ്ക്കും അറിയാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവങ്ങൾക്ക് കേൾക്കാതിരിക്കാനാവില്ലല്ലോ. കാരണം നീതിയും സത്യവും ഞങ്ങളുടെ ഭാഗത്താ. നിധി പുറത്തു വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇവനെ വളർത്തിയത് ഞാനാണെന്നും നന്മയുടെ വഴിവിട്ട് ഇവനൊന്നും ചെയ്യില്ലെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. വളർത്തി വലുതാക്കിയത് നീയാണെങ്കിലും ഭാഗ്യത്തിന് നിന്റെ സ്വഭാവം ലെവലേശം പോലും അവന് കിട്ടിയിട്ടില്ല. ദൈവാധീനം, അല്ലാതെന്തു പറയാനാ. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇറങ്ങിക്കോ മോനെ, ഞാൻ പോയി എന്റെ ദൈവങ്ങളോട് നന്ദി പറയട്ടെ.